ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സഹായം ചെയ്യാണ്. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയ് മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ പ്രിയ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 15-ാം തീയതി എലിസബത്ത് ജോയ് മത്തായിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബർത്ത്ഡേ വിഷസുകൾ ആശംസിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാ നിലയിലും ഈ വർഷം മറുപടി പറയുകയും കണ്ണുനീര് തുടയ്ക്കുകയും ദൈവം വലിയൊരു ആശ്വാസം പകരുകയും ചെയ്യുന്ന വർഷമായി തീരട്ടെ. ഈ 76-ാമത്തെ ബർത്ത്ഡേയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ മകൾക്ക് വലിയൊരു അത്ഭുതത്തിൻ്റെ വർഷമായി തീരണം. ദൈവം നടത്തിയെന്ന് പറയാൻ, ദൈവം കരുതിയെന്ന് പറയാൻ, ദൈവ ശത്രുവിൻ്റെ വായടച്ചെന്ന് പറയാൻ കഴിയുന്ന വലിയൊരു ജന്മദിനമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതേപോലെ വിശ്വസിക്കുക. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുക്കുന്ന, അത്ഭുത ഉയർച്ച കൊടുക്കുന്ന, അത്ഭുതകരമായി ദൈവികമായ നന്മകൾ കാണുന്ന, എതിരുകൾ മാറുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ബർത്ത്ഡേ ആയി തീരട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ കഴിയും. എത്ര പേരുടെ കൂടെ ചേർന്ന് സന്തോഷത്തോടെ നന്ദി പറയാൻ തയ്യാറാകും. കാരണം 76-ാമത്തെ വയസ്സാണ്. ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് കർത്താവെ അത്ഭുതകരമായി ഇവരെ കുടുംബമായിട്ട്, പ്രത്യേകിച്ച് പിതാവിനെ കൂടെ നമുക്ക് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. ജോൺ ജോയ് മാത്യു ബ്രദറിൻ്റെ പിതാവിനെയും മാതാവിനെയും ഒന്നുകൂടെ നമുക്ക് ഏൽപ്പിച്ചു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ദൈവം അവർക്ക് വേണ്ടി വലുത് ചെയ്യട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മകനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എലിസബത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബർത്ത്ഡേ അങ്ങയുടെ മകൾക്ക് കൊടുത്തതിനായി സ്തോത്രം. കർത്താവേ, ഇന്നു മുതൽ അങ്ങ് അധികത്തിൽ നടത്തേണ്ടതിനായി, ഇന്നു മുതൽ അങ്ങ് അത്ഭുതം ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ദൈവം വാക്കുമാറാത്തവനാകിയാൽ, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാകിയാൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമേ അപ്പ. താൻ ഏതൊക്കെ വിഷയത്തിനകത്ത് ഈ ബർത്ത്ഡേയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനകത്തെല്ലാം എൻ്റെ ദൈവം മറുപടി പറയണം. ഞങ്ങളത് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നപ്പ. കണ്ണുനീരെ തുടയ്ക്കുന്ന, ലജ്ജയെ നീക്കുന്ന, തമ്പുരാൻ അത്ഭുതകരമായി വിടുതലയക്കുന്ന ഒരു വലിയ ജന്മദിനമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ജോൺ ജോയ് മാത്യു ബ്രദറിന് ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. എൻ്റെ ദൈവം കൂടുണ്ടെന്നുള്ള ഉറപ്പ് വരുന്ന ദിവസമായിരിക്കും. കർത്താവെ, അങ്ങൻ്റെ മേളിൽ പകർന്ന അധികാരത്തിൽ എതിരുകളെ നീക്കിയ ഒരു വർഷമാക്കി ഈ കുടുംബത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ഒക്കെ ചെയ്തെന്ന് പറയാൻ കർത്താവെ ഞാൻ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതമാക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയും. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ വലിയ കരുണയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. വിശ്വസിക്കുന്നവർക്ക് മാറ്റം കൊണ്ടുവരികയും അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല? ആ നിലയിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചനം അയക്കപ്പെടുന്നതാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു മടങ്ങിപ്പോകത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനൊന്ന് വിളിച്ചു പറയുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത ഡോക്ടർമാർ ടാബ്ലറ്റ് തരുന്നത് പോലല്ല, ഇത്ര സമയം കഴിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നത് പോലല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത പത്രോസിൻ്റെ പടകിൽ നിറവ് കൊണ്ടുവന്നതുപോലെ, കാനാവിലെ കല്യാണ വീട്ടിൽ സഡൻ പച്ചവെള്ളം വീഞ്ഞായതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത നിൻ്റെ ജീവിതത്തിൽ നാളുകൾ തുറക്കത്തില്ലെന്ന് പറഞ്ഞ, നാളുകൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് ഇപ്പോൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് ആ വിസ അപ്രൂവ്ഡ് ആകാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിച്ച് ആ അത്ഭുത ജോലിയുടെ വാതിൽ നിങ്ങൾക്ക് വിളിച്ച് ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. കർത്താവ് തെളിയെടുത്ത് നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥനയോടെ, ദൈവമേ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം, കാരണം അയക്കപ്പെടുന്ന വചനം എനിക്ക് വേണ്ടിയാണ്. നിങ്ങൾ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഇതാ നിനക്ക് വേണ്ടി അയക്കപ്പെടുന്ന ദൈവശബ്ദം. ഹല്ലേലൂയ. അയക്കപ്പെടുന്ന ദൈവശബ്ദത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കണം. കർത്താവേ, ഇത് എന്നോട് സംസാരിക്കുന്നതാണ്, എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഈ വചനത്തെ ദൈവമായി സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവർ, ഈ വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും
ഏറ്റെടുക്കുകയും ചെയ്യുമെങ്കിൽ ഇപ്പോൾ ഈ വചനം നിങ്ങൾക്ക് അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകുകയാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നോർമലി TV സീരിയലോ ഫിലിമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ജീവൻ വെളിപ്പെടണമെന്നില്ല. കുറച്ച് സമയം നമുക്ക് ചിരിക്കാനോ കരയാനോ ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇന്ന് ഈ വചനം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറി എന്നുള്ളതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ വചനത്തിന് ജീവനുണ്ട് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് ജീവനുണ്ട്. ഈ ജീവൻ എൻ്റെയും നിങ്ങളുടെയും വെളിച്ചമാണ്. ഒന്നുകൂടെ അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ചാണ് ഇവിടെ എല്ലാം പറയുന്നത്. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുട്ട് പിടിച്ച് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വെളിച്ചം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം നിനക്ക് മുമ്പോട്ട് വഴി തുറക്കാൻ പോവുകയാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു പ്രത്യാശയുമില്ലാതിരിക്കുന്ന ചിലവരെ ഈ വചനം ഇപ്പോൾ തട്ടി ഉണർത്തും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന വിരോധങ്ങളെ, എതിരുകളെ നിങ്ങൾക്ക് ഇന്നത്തെ ചിന്തയിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക, ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കട്ടെ, പുതിയ സാധ്യതകൾ തുറന്നു വരട്ടെ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ ആയുധമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി വില കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോട് എനിക്കൊന്ന് പറയാനുണ്ട്. എത്ര കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും, എന്തെല്ലാം വഴികളും വാതിലുമില്ലെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് മുമ്പിൽ ചെങ്കടൽ തുറക്കുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ പൂട്ടിയിരിക്കുന്ന ആ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി നിങ്ങളുടെ വാതിലുകൾ തുറക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ആത്മാവിൽ ആരാധിക്കുന്നവന് ഒരു ശക്തിക്കും ബന്ധിക്കുവാൻ കഴിയത്തില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ തടസ്സങ്ങൾ മാറും, അവൻ മുമ്പോട്ട് പോകാൻ തുടങ്ങും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എരിഹോ മതിൽ വീഴുന്നത് അവരുടെ ആർപ്പിൻ്റെ നടുവിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചന സന്ദേശം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ആർപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേനെന്നത് ശബ്ദം ഉയർത്തി എവിടെ നിന്നാണോ നിങ്ങൾ പറയുന്നുണ്ട്, അവിടെ ഇതാ വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. അവിടെ ഇതാ അത്ഭുതത്തിന് വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്ത, ഇന്നൊരു വ്യത്യസ്തമായ ചിന്തയിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ വാ കൊണ്ട് നമ്മൾ കൺഫസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 4 തലങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ആരംഭത്തിൽ വെക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ശത്രു ഉണ്ടാക്കുന്ന ഒരു ആയുധവും നിനക്ക് ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി പോകുന്ന നാവുകളെ നീ കുറ്റം വിധിക്കും. 4-ാമത്തത്, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ മാറിപ്പോകും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ നിലകളിൽ ഞാൻ ഈ ആരംഭത്തിൽ തന്നെ പറയാം, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയേണ്ടത് ആവശ്യമാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. എൻ്റെ കൂടെ വരണമെന്ന് ഓർപ്പിക്കുന്നു. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഈ വാക്യത്തിനകത്ത് വ്യക്തമായി കാണാം, യഹോവ വൈരികളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും തെക്കും ദേശത്തിൽ നിന്ന് കൂട്ടിച്ചേർത്തതുമായ വിമുക്തന്മാർ പറയട്ടെ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് വാ കൊണ്ട് അല്ലെങ്കിൽ അധരം കൊണ്ട് നിങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. ഞങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ വീണ്ടെടുത്തു, ഞങ്ങളെ അവൻ കൂട്ടിച്ചേർത്തു. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞേ, കർത്താവ് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്, ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ സംഭവിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഞാനും നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചിലത് പ്രാപിക്കേണ്ടത്. ലോകത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞത് അപേക്ഷകൾ എഴുതി കൊടുക്കുക എന്നുള്ളത്, ആപ്ലിക്കേഷനുകൾ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നതെല്ലാം ശൂന്യവും പാഴും ഇരുളുമായി നിൽക്കുമ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അവൻ്റെ മക്കൾ പറഞ്ഞുകൊണ്ട് പ്രാപിക്കുന്നവരായിരിക്കണം. കാരണം സദൃശവാക്യക്കാരൻ പറയുന്നു, മരണവും ജീവനും നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്നെ കേൾക്കുന്നവർ, യേശുവിനാൽ ഞാൻ സൗഖ്യമാകുന്നു, ഞാൻ ജീവിക്കുമെന്ന് പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം യേശുവിൻ്റെ നാമത്തിന് അധികാരമുണ്ട്. ഞാൻ ആത്മാവിൽ ഒന്നുകൊണ്ടൊന്ന് വിളിച്ചു പറയാം, ശിഷ്യന്മാരും യേശുവും ഇരിക്കുന്ന പടക് അക്കരയ്ക്ക് പോകുമ്പോൾ യേശു സമാധാനത്തിൽ ഉറങ്ങുകയാണ്. എന്നാൽ ആ കാറ്റും തിരമാലയും കണ്ട് ശിഷ്യന്മാർ പേടിച്ച് നിലവിളിച്ച് ഞങ്ങൾ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വാക്കുകളിൽ ഇതാ കാറ്റ് അടങ്ങുകയും കടൽ ശാന്തമാകുകയും ചെയ്യാണ്. നിങ്ങൾ വിശ്വാസത്തോടെ
നിങ്ങൾ പറഞ്ഞാൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്ക്. ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ദൈവം വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവെ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും അവർ രക്ഷാവചനം ഏറ്റുപറഞ്ഞവരാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്? ലോകത്തിൻ്റെ ആ ചെളിക്കുഴിയിൽ കിടന്ന നമ്മെ വീണ്ടെടുത്ത സോപുത്രന്റെ രക്തത്താൽ നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ആ നിലയിൽ തന്നെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ ഒരുമിച്ച് ഇതേ നിലയിൽ തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ പറയണം, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ നിലയിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു വരുന്നത് ആഴം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നിങ്ങൾ വിളിച്ചു പറയണം. ജീവിതത്തിനകത്ത് പല മേഖലയിൽ മാനുഷിക വിരോധങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അറിയാം, വീട്ടിനകത്ത് തന്നെ ഹല്ലേലൂയ ചിലവർ പറയുന്നു, മരുമകൾ എനിക്ക് വിരോധമാണ്, മരുമകൻ എനിക്ക് വിരോധമാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് വിരോധമാണ്, എൻ്റെ ഭാര്യ എനിക്ക് വിരോധമാണ്. പക്ഷെ ഒരു ദൈവ പൈതൽ വിശ്വസിക്കേണ്ടത്, അയൽക്കാരായിരിക്കാം, ദേശക്കാരായിരിക്കാം, കമ്പനിയിൽ മുകളിൽ നിൽക്കുന്നവരായിരിക്കാം, എവിടെയാണോ നിനക്ക് വിരോധമുണ്ടെങ്കിലും ഈ വചനത്തിൽ യോശുവയോട് പറഞ്ഞത് നീ വിശ്വസിക്കണം. ആ വാക്യത്തിലേക്ക് നമ്മളൊന്ന് വരികയാണ്. വാക്യം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. നിങ്ങൾ വിശ്വസിക്കുന്നവനാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറയണം, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്റെ കൂടെയും ഇരിക്കും. എന്നെ കേൾക്കുന്ന എത്ര പേര് ഈ വചനത്തിനകത്തൊന്ന് ഉറയ്ക്കും? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നാം കടന്നു പോകുന്ന മേഖലയിൽ മാനുഷിക ഭയം എന്നുള്ളത് വളരെ വ്യക്തമായി വെളിപ്പെടുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള എതിരുകൾ കാണാം. ബസ്സിൽ കയറുമ്പോൾ, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലവർ നമുക്ക് വിരോധമാകും. അറിയാതെ ഒന്ന് തട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പലവരും നമുക്ക് വിരോധമാകുന്നത് കാണാം. അതേ നിലയിൽ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഒരു പുതിയ കട തുടങ്ങിയാൽ അടുത്ത് നിൽക്കുന്ന കടക്കാരൻ വിരോധമായി കാണുന്നത് കാണാം. ഇതേ നിലയിൽ എന്നെ കേൾക്കുന്നവരെ, അയലത്തുകാരനേക്കാൾ നല്ലൊരു വീട് വെച്ചാൽ ആ വ്യക്തി നമുക്ക് വിരോധമായി തീരുന്നത് കാണാം. ഇത് ലോകത്തിൻ്റെ നിയമമായി ഈ സമയങ്ങളിൽ ചലിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളോട് തന്നെ പറയും, മാനുഷിക ഭയം ഭയങ്കരമായി ചലിക്കുന്നു. അതിൻ്റെ തർക്കങ്ങൾ, അതേപോലെ തന്നെ ആ സാമ്പത്തിക ഇടപാടുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ വെല്ലുവിളിക്കുന്നതായ മാനുഷിക ശബ്ദങ്ങൾ ഒത്തിരി വെളിപ്പെടുന്നത് കാണാം. എൻ്റെ ഈ മിനിസ്ട്രിയിൽ ഞാൻ 2001 മുതൽ ശുശ്രൂഷയിൽ 98 രക്ഷിക്കപ്പെട്ടു. 2001 സെപ്റ്റംബർ മാസമായപ്പോഴത്തേക്ക് മിനിസ്ട്രിക്ക് കാലുവെച്ച ആളാണ്. അന്നു മുതൽ ഇന്ന് വരെയും തിരിഞ്ഞു നോക്കിയാൽ ഇത് 24 വർഷം കഴിയുകയാണ്. 25-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് പല മേഖലയിൽ പലപ്പോഴായി പലവരും എന്നെ വിളിച്ചു, നേരിട്ടും വന്നിട്ട് പറഞ്ഞോട്ടും, ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു സാധ്യതയില്ല, ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, എൻ്റെ ദൈവം കാക്കുന്നത് കൊണ്ട്, എൻ്റെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇന്നും ഒരനർത്ഥവും കൂടാതെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ മാനുഷിക ഭയങ്ങൾ എഴുന്നേൽക്കുന്നത് സത്യമാണ്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ചില ദിവസങ്ങൾ നീണ്ടു നിന്നിരിക്കാം. പക്ഷേ ഈ വചനത്തെ നീ വിളിച്ചു പറയുകയും ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന അളവിലേക്ക് വരികയും ചെയ്താൽ, ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം ദൈവമാണ്, ഈ വചനം നിനക്കാക്കുകയും ചെയ്യും. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ എത്ര പേർ ആദ്യത്തെ ആ ഏറ്റുപറച്ചിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഏറ്റുപറഞ്ഞത്, ഒരു മാനുഷിക ശക്തിക്കും നിന്റെ മേളിൽ ജയമില്ല. അതേ നിലയിൽ തന്നെ ഞാൻ ആത്മാവിൽ 2-ാമത്തെ തലം വിളിച്ചു പറയുകയാണ്, ശത്രു ഒരുക്കുന്ന ഒരു തന്ത്രവും നിനക്ക് ഫലിക്കുകയില്ല. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വാസത്തോടെ പറഞ്ഞ്, ശത്രു ഒരുക്കുന്ന ഒരു തന്ത്രവും നിനക്ക് ഫലിക്കുകയില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്ന് അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ വചനത്തിനകത്ത് വിശ്വസിക്കണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ശത്രു, നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ പദം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഏത് രാജ്യമായിക്കോട്ടെ,
ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് സമൂഹം ആയിക്കോട്ടെ, സഭയായിക്കോട്ടെ, അതിന് വിരോധമായിട്ട് എല്ലാ കാലത്തും ചില വിരോധ ശക്തികൾ എഴുന്നേൽക്കും. വെളിച്ചത്തിന് വിരോധമായി ഇരുട്ട് എഴുന്നേൽക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ശത്രു ചില ആയുധങ്ങളുമായി എഴുന്നേൽക്കും. പല ദിവസങ്ങൾ കൊണ്ടായിരിക്കാം അത് അവൻ ഉണ്ടാക്കുന്നത്, പല ദിവസങ്ങൾ കൊണ്ടായിരിക്കാം അത് പ്ലാൻ ചെയ്യുന്നത്. ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ്, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഫലിക്കുകയില്ല. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ വാ കൊണ്ടെന്ന് പറയും, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്നതൊന്നും ഫലിക്കത്തില്ല. എൻ്റെ ദൈവം നിന്നെ കാക്കാൻ പോകുകയാണ്, എൻ്റെ ദൈവം നിന്നെ കരുതാൻ പോകുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു പറ, എൻ്റെ ദൈവം കാക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാ വെളിപ്പെട്ട് വരികയാണ്. ഞാൻ അധികത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ നോക്കേ, 91 സങ്കീർത്തനം കാണുന്നത് വേട്ടക്കാരുടെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവനെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വേട്ടക്കാരന് ചില കെണികൾ വെച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ നീ അതിനകത്ത് കുടുങ്ങത്തില്ല. എൻ്റെ ദൈവം നിന്നെ കാക്കുകയാണ്. നമ്മെ കാക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നവരാണ്. ആ നിലയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം കൈവിടാത്തവനാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളെ നോക്കി പ്രവചന ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ശത്രു നാളുകൾ പ്ലാൻ ചെയ്തത്, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നതല്ല. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അത് ക്യാൻസൽ ആകുകയാണ്. ഇതാ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ നിനക്കൊരു അത്ഭുതത്തിൻ്റെ സാധ്യത ഇതാ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. നിൻ്റെ വീടിന് നേരെ, നിൻ്റെ ഹല്ലേലൂയ ആ കുടുംബത്തിന് നേരെ വലിയ പ്ലാനുമായിട്ട് എഴുന്നേറ്റത് ചിലത് ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയുമ്പോൾ ഇല്ലാതായി പോവുകയാണ്. കാരണം എൻ്റെ ദൈവം എഴുന്നേൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി ബൈബിൾ പറയുന്നു. നിങ്ങൾ നോക്കേ, എത്ര ദിവസം കൊണ്ട് ശത്രു എഴുന്നേറ്റാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, 68 സങ്കീർത്തനം 1 വാക്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. എൻ്റെ ദൈവം ഒന്ന് എഴുന്നേറ്റാൽ മതി, ഇതെല്ലാം അവസാനിക്കുന്നത് കാണാം. 68 സങ്കീർത്തനം 1 വാക്യം, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. എത്ര പേർ ഈ വചനത്തെ ഏറ്റെടുത്തോണ്ട് പറയും, എൻ്റെ കർത്താവ് എഴുന്നേക്കാൻ പോവുകയാണ്? ഇത് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇന്ന് ഇതുവരെയും തുറക്കാത്തത് ചിലത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. ആ നിലയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ സാധ്യതകളെ സ്വീകരിക്കുക. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. പ്രിയരെ, അങ്ങനെ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്നതിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിക്കണമേ. നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയേണ്ടത് ആവശ്യമാണ്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പ എന്ന് വിളിക്കുവാൻ ഒരു പദവി നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇതാ നിങ്ങൾ ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ശത്രു എത്ര വലിയവനാണെങ്കിലും ഹല്ലേലൂയ, നിങ്ങളുടെ രക്ഷാ കവചം അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷാവാക്യം നിങ്ങൾ തിരിച്ചറിയണം. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം അതിൻ്റെ 9 വാക്യം നാം ഒരുമിച്ചൊന്ന് വായിച്ചിട്ട് ദാവീദിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് ഓടി വരാൻ പോവുകയാണ്. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് പറയും, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇതേ നിലയിൽ തന്നെ സാഹചര്യത്തെ, ശത്രുവിൻ്റെ വലിപ്പത്തെ കണ്ട് നമ്മൾ ഭാരപ്പെടുകയല്ല ചെയ്യുന്നത്. ദാവീദ് പറയുന്നത് പോലെ 18 സങ്കീർത്തനം അതിൻ്റെ 29 വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയണം കേട്ടോ, ഞാൻ എൻ്റെ ഈ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ ജയിക്കാൻ പോവുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. അർഹിക്കാത്തത് എന്തോ ഒന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലവരെ വെളിയിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നാളുകളായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. നാളുകളായി ഒരു വിവാഹത്തിൻ്റെ വാതിൽ തുറക്കുന്നില്ല. ഒരു സാധ്യതയുമില്ലാതെ കടഭാരത്തിൽ മുങ്ങി നിൽക്കുന്ന ചിലരെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ആ നിലയിൽ ഇതാ നമ്മൾ 3ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. നിനക്ക് വിരോധമായി പോകുന്ന ഒരു നാവും ജയിക്കത്തില്ല. ഹല്ലേലൂയ. ആ നിലയിൽ നീ അതിനെ കുറ്റം വിധിക്കാൻ പോവുകയാണ്. നീ അതിനകത്ത് ജയം പറയാൻ പോവുകയാണ്. നീ അതിനകത്ത് യേശുവിൻ്റെ രക്തത്തിൽ ജയം പറയാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 12 അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. 11 വാക്യം, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി
തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായി ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ 2 വാക്യങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം വിധിക്കുന്ന, രാപ്പകൽ കുറ്റം പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ ലോകസ്ഥാപനം മുതൽ ശത്രു നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കുറ്റം പറയുന്നവനാണ് ശത്രു. അവൻ്റെ നാവാണ് നിനക്ക് വിരോധമായി ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറ, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ അതിനെ ജയിക്കുകയാണ്. എൻ്റെ സാക്ഷ്യവചനം നിമിത്തം ഞാൻ അതിനെ ജയിക്കുകയാണ്. എനിക്ക് വിരോധമായി പൊങ്ങിയ നാവുകളെ ഇതാ എൻ്റെ കർത്താവ് ജയിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്. ഒന്നുകൂടെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇങ്ങനെ പഴി ദുഷി വിരോധമായി കേൾക്കുന്നത്, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഞാൻ ചെയ്യാത്ത ഒത്തിരി കുറ്റത്തിന്, ഞാൻ എന്നെ അറിയാത്തവർ ആരോ പറഞ്ഞു കേട്ടത് ഇന്നും പറയുന്നവരുണ്ട്. എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷമമില്ല, കാരണം ഇത് ഞാൻ കേൾക്കേണ്ടയാളാണ്. ഇവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിക്കുവിൻ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ നോക്കേ, ശത്രു എന്നും നാവ് കൊണ്ട് നമ്മെ ഉപദ്രവിക്കുകയും നമുക്ക് വിരോധമായി ചലിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് കേൾക്കുന്നവർ തിരിച്ചറിയുക, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറ, വിരോധമായി ചലിക്കുന്ന ഒരു നാവും നിന്റെ മുമ്പിൽ ജയിക്കുകയില്ല. ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ശത്രുവിൻ്റെ നാവുകളെ ജയിക്കാൻ തക്കവണ്ണം എൻ്റെ മേളിൽ ഒരു വലിയ തലം തുറന്നു വരികയാണ്, എൻ്റെ മേളിൽ ഒരു അധികാരം തുറന്നു വരികയാണ്. ഞാനത് അതേപോലെ വിശ്വസിക്കുന്നു. എൻ്റെ യേശു കടക്കാരനല്ല, എൻ്റെ യേശു ആർക്കും ബാധ്യതയല്ല. എൻ്റെ ദൈവം ചലിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവെ, ഇന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. പലതിനകത്ത് ഞാനിങ്ങനെ ഈ വചനം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ബലപ്പെട്ടത്. നമ്മളെക്കുറിച്ച് പലരും വിരോധമായി പലത് പറയുമെന്ന് കരുതി പേടിച്ച് നമുക്ക് ദൈവികമായി നന്മകളെ പ്രാപിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ദൈവിക ദൗത്യത്തിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇന്ന് നീ വിളിച്ചു പറയണം, നിനക്ക് വിരോധമായി ഒരു നാവും ജയിക്കത്തില്ല, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല, ശത്രുവിൻ്റെ മേളിൽ നിനക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. ആ നിലയിൽ തന്നെ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങൾ വാ കൊണ്ട് നിങ്ങളുടെ ജയത്തെ പ്രസ്താവിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 4-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ നിന്റെ മുമ്പിൽ തോറ്റുപോകാൻ പോവുകയാണ്. നീ പറയാൻ തയ്യാറാകുക. പർവ്വത സമാനമായ വിഷയങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുമ്പോൾ അഭിഷേകത്തിൽ ആത്മാവിൽ ഉണരുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാണ്, ഇതാ നദി ഒഴുകുകയാണ്. നദിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതാ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ ജയിക്കുന്ന തക്കവണ്ണം അഭിഷേകം നിന്റെ മേളിൽ വെളിപ്പെടുകയാണ്. യോർദാനെ നിന്റെ പുതപ്പ് കൊണ്ട് നീ മുറിക്കാൻ പോവുകയാണ്. വിടത്തിലെന്ന് പറഞ്ഞ ചിലതിനെ നീ ജയിച്ച് കയറാൻ പോവുകയാണ്. ആ നിലയിൽ നമ്മളൊരു വാക്യം വായിക്കാൻ പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട് പറ, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല മാറും. പർവ്വത സമാനമായ വിഷയങ്ങൾ ഇതാ കടലിൽ വീണ് നിനക്കതിനകത്തൊരു അത്ഭുത പാലം പോലെ ഇതാ മല തീരാൻ പോവുകയാണ്. നിന്റെ വഴി ഇതാ പർവ്വതത്തിന് മുകളിൽ തുറന്നു വരാൻ പോവുകയാണ്. ഒന്ന് ആത്മാവിൽ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കർത്താവെ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി ഭയങ്കരമായ ദൈവത്തിൻ്റെ കരം, ഭയങ്കരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പർവ്വത സമാനമായ വിഷയങ്ങളെ അത്ഭുത വഴിയാക്കാൻ പറ്റുന്ന, അത്ഭുതകരമായ വിടുതലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചിലവർ എഴുന്നേറ്റ് വരികയാണ്. ഞാൻ അതിശയകരമായ ഒരു പദം നിങ്ങളോട് നോക്കി പറയട്ടെ. ദാവീദിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ദാവീദ് ജയം പറഞ്ഞത് ഹല്ലേലൂയ കല്ലിലാണ് എന്നുള്ളതാണ്. ഗോലിയാത്തിനെ വീഴ്ത്തിയത് കല്ലിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്നുകൂടെ ആഴമായ ഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ആ കല്ലുകൊണ്ടല്ല ഗോലിയാത്ത് വീണത്, അവൻ്റെ ആധരത്തിലാണ് അവൻ ജയം പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 46-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ
ഗോലിയാത്തിന് നേരെ ഓടിയെടുക്കുന്ന ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ വളരെ ചെറുതാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന പരിചയമോ കുന്തോ എന്തെങ്കിലും ദാവീദിൻ്റെ വെളിയിൽ വീണാൽ അവൻ വീണുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്തും തൻ്റെ നാവ് കൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ചവൻ ജയം പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആരാധനയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുത ജയമുണ്ട്, അത്ഭുത വിടുതലുകൾ വെളിപ്പെട്ട് വരും. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ മിനിറ്റിലൊന്ന് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇതുവരെയും തുറക്കാത്ത അത്ഭുതങ്ങൾ, ഇതുവരെയും തുറക്കാത്ത അനുകൂലതകൾ നിങ്ങളുടെ വെളിയിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കണ്ണുകൊണ്ട് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ വെളിപ്പെടണമേ, അത്ഭുത ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. യേശുവേ, തിരുനാമത്തിൻ്റെ ശക്തി ഇവരെ വെളിയിൽ ഇപ്പോൾ വെളിപ്പെടുന്നതിനായി തമ്പുരാൻ ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. യേശുവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഇവർ ജയം കാണേണ്ടതിനായി, ഇവർ വിടുതലുകൾ കാണേണ്ടതിനായി തമ്പുരാൻ്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു മഹാ അത്ഭുതം ഇപ്പോൾ ഇവരുടെ വെളിയിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇതുവരെയും ജീവിതത്തിനകത്തൊരു വഴി തുറന്നില്ല എന്ന് പറയുന്ന ഇവർ പറഞ്ഞുകൊണ്ട് ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഏറ്റുപറയാണ്, ഈ ദൈവം ഞങ്ങളുടെ കോട്ടയാണ്, ഈ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവരാണ്. അബ്രഹാം പറഞ്ഞുകൊണ്ട് പ്രാപിച്ചതുപോലെ ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പറയുകയാണ്. ഇപ്പോൾ തന്നെ അത്ഭുത വഴികൾ തുറക്കട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേളിൽ ഇപ്പോൾ വഴികൾ തുറക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വിസ കിട്ടാതെ നാളുകൾ വെയിറ്റ് ചെയ്യുന്ന ചിലവരുടെ മേളിൽ വാതിലുകൾ തുറക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ജീവിതത്തിനകത്ത് രോഗം മൂലം എല്ലാ സാധ്യതകൾ അടഞ്ഞുപോയവർ ഈ വരുന്ന ദിവസങ്ങളിൽ എഴുന്നേറ്റ് നടക്കാൻ പോവുകയാണ്. ഒരു ആക്സിഡന്റ് നിമിത്തം എല്ലാ വഴിയും അടഞ്ഞെന്ന് പറഞ്ഞ ചിലവരെ ജീവിതത്തിനകത്ത് കുടുംബമായി നിങ്ങളെ ദൈവം കരം പിടിച്ചുയർത്താൻ പോകുന്നു. കർത്താവെ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശു ഇവർക്ക് വേണ്ടി വലിയ കാര്യം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് 40 ദിവസം ഉപവാസപ്രാർത്ഥന നടക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മണിക്കൂറിൽ ഇതിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതിശയകരമായി ദൈവം നിങ്ങളെ നടത്തട്ടെ. ഒന്നുകൂടെ ഓർപ്പിക്കാം. തൃശ്ശൂരിലുള്ളവർ, എറണാകുളത്തുള്ളവർ, തിരുവനന്തപുരത്തുള്ളവർ, കൊല്ലത്തുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഓരോ ആഴ്ചയും ആരാധനകൾ നടക്കുന്നു. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാനായി ഈ സ്ഥലങ്ങളിലെല്ലാം ആയിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.